കണ്ണൂർ എന്ന് പറയുന്നത് CPMന്റെ ഉറച്ച കോട്ടയായിട്ടാണ് നമ്മളെല്ലാവരും അറിയുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. ഇത്തവണ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി CPM ഉയർത്തിക്കാണിക്കുന്നത് അഡ്വക്കേറ്റ് ബിനോയ് കുര്യനെയാണ്. അദ്ദേഹം നേരത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇനി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അത് നിൽക്കുന്നത് പെരളശ്ശേരി ഡിവിഷൻ കൂടിയാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഡിവിഷൻ കൂടിയാണ്. ഇപ്പോൾ ബിനോയ് കുര്യനുണ്ട് കേരള വിഷൻ ന്യൂസിനൊപ്പം. അത് തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? പെരളശ്ശേരി ഡിവിഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുള്ളത് വിജയസാധ്യത നല്ല നിലയ്ക്കുള്ളൊരു ഡിവിഷനാണ്. പെരളശ്ശേരി ഡിവിഷൻ മാത്രമല്ല, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ 25 ഡിവിഷനിലും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. അത്രയ്ക്കും അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് കണ്ണൂർ ജില്ലയിലുടനീളം, ഇത് മാത്രമല്ല കേരളത്തിലുടനീളം കാണാൻ വേണ്ടി സാധിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ 9.5 വർഷത്തെ ഭരണം എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ട് സഹായം കിട്ടാത്ത, അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു കാലമാണ് കടന്നുപോയിട്ടുള്ളത്. തദ്ദേശ സേവന സ്ഥാപനങ്ങൾക്ക് വലിയ നിലക്കുള്ള പ്രോത്സാഹനം കിട്ടിയിട്ടുള്ളൊരു കാലമാണ്. 1,23,000 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് പദ്ധതി വിധമായിട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെലവഴിച്ചുകൊണ്ട് ഒരു നല്ല പ്രാദേശിക ഗവൺമെൻറ്റായി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും നല്ല നിലയിൽ മുന്നോട്ടേക്ക് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒട്ടേറെ മാതൃകകൾ ഈ കഴിഞ്ഞ 5 വർഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. സ്വരാജ് ട്രോഫി ഉൾപ്പെടെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തുള്ള സ്വരാജ് ട്രോഫി ഉൾപ്പെടെ നേടാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം, അതുപോലെ വയോസേവാ പുരസ്കാരം, ഭിന്നശേഷി സൗഹൃദ അംഗീകാരം, അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അംഗീകാരം, ഇങ്ങനെയുള്ള ഒട്ടേറെ അംഗീകാരങ്ങൾ ഈ കാലയളവിൽ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സ്മൈൽ പദ്ധതി, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന നിലയിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച റിസൾട്ടുള്ള SLC പരീക്ഷയിൽ കണ്ണൂർ ജില്ല തുടർച്ചയായിട്ട് 3 വർഷം മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും നല്ല ഇടപെടൽ നടത്താൻ വേണ്ടി സാധിച്ച അഭിമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു അംഗീകാരം കണ്ണൂർ ജില്ലയിലെ 25 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. പക്ഷേ UDF പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ അവരുടെ നില മെച്ചപ്പെടുത്തുമെന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിൽ. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് അവരുടെ വ്യാമോഹം. അവരിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ വേണ്ടി പറ്റും. അവർ മെച്ചപ്പെടുന്നല്ലേ അവർക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു കാരണവശാലും UDFൻ്റെ നില ദയനീയമാകുന്ന സാഹചര്യം ഉണ്ടാവുക. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കുകയാണ്. മലയോര മേഖലയിലെ നിരവധി പഞ്ചായത്തുകൾ UDF ഭരിക്കുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുണ്ട്, കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ. അവിടെയെല്ലാം വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ദൃശ്യമാകാൻ വേണ്ടി പോവാണ്. അതായത് 25 ഡിവിഷനും LDF പിടിക്കുമെന്ന് ആത്മവിശ്വാസം താങ്കൾ പ്രകടിപ്പിക്കും. UDFൻ്റെ നില പരമദയനീയമായി തീരുന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം നേടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDFൻ്റെ കൈവശമുള്ള പഞ്ചായത്തുകൾ, അതുപോലെ തന്നെ കോർപ്പറേഷൻ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ ഇത്തവണ ഇടതുപക്ഷം ജയിക്കും. മറ്റൊന്ന് UDF ആരോപിക്കുന്ന ഒരു കാര്യം, ഈ വാർഡ് വിഭജനം തീർത്തും അശാസ്ത്രീയമായിരുന്നു, CPMന് അനുകൂലമായി വെട്ടിമുറിച്ചു എന്നുള്ളതാണ്. അങ്ങനൊരു ആക്ഷേപം ആ ഒരു ഘട്ടത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഇല്ല, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ പരാജയത്തിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. അല്ലാണ്ട് വാർഡ് വിഭജനത്തിൻ്റെ ഘട്ടത്തിൽ അങ്ങനെ പൊതുവായിട്ട് ആക്ഷേപം എവിടെയും കണ്ടിട്ടില്ല. താങ്കൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്. ഇനിയിപ്പോൾ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്ന മാറ്റങ്ങൾ എന്നുള്ളത്? അല്ല, പ്രസിഡന്റിനെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ജയിക്കട്ടെ, തെരഞ്ഞെടുപ്പെല്ലാം കഴിയട്ടെ, ആ സമയത്ത് പാർട്ടി തീരുമാനിക്കും. എന്തായാലും ഒരു മികച്ച വിജയം ഉണ്ടാവട്ടെ. മാത്രമല്ല പെരളശ്ശേരി എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായി തന്നെ ഇടതുപക്ഷത്തിന് പ്രാധാന്യമുള്ള ഇടമാണ്. പ്രത്യേകിച്ച് AKGയുടെ ഓർമ്മകളുള്ള ഒരു മണ്ണും കൂടിയാണ്. തീർച്ചയായും എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനമുണ്ട്. പെരളശ്ശേരി എന്ന് പറഞ്ഞാൽ AKGയുടെ ജന്മനാടായിട്ടാണ് അറിയപ്പെടുന്നു. ആ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വലിയൊരു അംഗീകാരമായിട്ട് തന്നെ കാണുകയാണ്. ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയത്തിനൊപ്പം പെരളശ്ശേരിയുടെ വിജയം ഉയർന്നു നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 13 കഴിയുമ്പോൾ കണ്ണൂർ ജില്ലയുടെ ഭരണസാരഥ്യത്തിലുണ്ടാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ആശംസകൾ. ബിനോയ് കുര്യനാണ്. വലിയ പ്രതീക്ഷകളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇത്തവണ UDFൻ്റെ നില പരമദയനീയമായിരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല UDFൻ്റെ നിലവിലുള്ള ആരോപണങ്ങൾ, വാർഡ് വിഭജനം അശാസ്ത്രീയമാണ് അടക്കമുള്ള ആരോപണങ്ങൾ പരാജയ ഭീതി മൂലമുള്ള ആക്ഷേപങ്ങളായിട്ടാണ് അദ്ദേഹം തള്ളിക്കളയുന്നത്.
ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.